ഇതാണ് മത്തപ്പൂ. അപ്പം ഇന്ന് കുറേ മത്തപ്പൂ വിരിഞ്ഞ് നിൽപ്പുണ്ട്. മത്തപ്പൂ തോരനാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നാട്ടിലിപ്പം മത്തങ്ങയുടെ സീസൺ ആയതുകൊണ്ടാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുഷീസ് ഹെൽത്തി കിച്ചൺ. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനും എൻ്റെ ഫാമിലിയും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു റെസിപ്പി, എനിക്ക് ഒരു നോസ്റ്റാൾജിയാണിത്. നാട്ടിലുള്ളവർക്ക് മാത്രമേ ഇത് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. നാട്ടിലാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ മത്തങ്ങയൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ മത്തൻ്റെ പൂ കൊണ്ട് അടിപൊളി തോരനുണ്ടാക്കാം. വളരെ ടേസ്റ്റിയും ഡിലീഷ്യസുമാണ്, ഹെൽത്തിയുമാണ് മത്തങ്ങയുടെ പൂ കൊണ്ടുള്ള തോരന്. എനിക്കിതൊരു നോസ്റ്റാൾജി ആകാൻ കാര്യം, എൻ്റെ വീട്ടിൽ പണ്ട്, അപ്പോൾ അന്ന് ഇഷ്ടം പോലെ ഒരുപാട് മത്തങ്ങ വീട്ടിലുണ്ടായിരുന്നു പണ്ടൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് എത്രത്തോളം പൂവാണ് കിട്ടുന്നതെന്ന് ഒരു കൗണ്ട് പോലും ചെയ്യാൻ പറ്റാത്തത്ര മത്തങ്ങ ഇതായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒക്കെ അമ്മ എനിക്ക് മത്തങ്ങ കൊണ്ടുള്ള തോരനൊക്കെ അന്നേരമൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് കഴിച്ചു കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ അതിനൊരു അവസരം കിട്ടിയിട്ടില്ല. കാരണം മത്തങ്ങയില്ലായിരുന്നു, നാട്ടിലല്ല വളർന്നത്. അപ്പോൾ മത്തപ്പൂവിനും കിട്ടിയില്ല. ഇപ്പോൾ നാട്ടിലായി ഞാൻ ദുബൈയിൽ നിന്ന് വന്നതിന് ശേഷമാണ് മത്തങ്ങയൊക്കെ നട്ടുപിടിപ്പിച്ചത്. ഇപ്പം മത്തങ്ങയിലെ പൂവ് വരാൻ തുടങ്ങി കുറേ. അപ്പോൾ എനിക്ക് ഒത്തിരി ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ഒരു 8-9 പൂവേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പൂവ് ഇത് ശരിക്കും ഇങ്ങനെ വിടർന്നിരിക്കും കേട്ടോ, ഇങ്ങനെ നല്ലതുപോലെ വിടർന്നിരിക്കും. മോർണിംഗിൽ നമ്മൾ ഇത് എടുക്കണം. എപ്പോൾ എടുത്താലും ഇങ്ങനെ വിടർന്നിരിക്കും മോർണിംഗിൽ എടുക്കുമ്പോൾ. ഓക്കെ, നല്ലതുപോലെ വിടർന്നിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-11 മണിയായി. ആ സമയത്താണ് എടുക്കണത്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒന്ന് ഇങ്ങനെയൊന്ന് ഇതായിപ്പോയി, അടുത്തുപോയി. ഇത് ശരിക്കും ഇങ്ങനെ വിടർന്നിരിക്കുന്ന സമയത്ത് എടുക്കണം. മത്തങ്ങ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ മത്തങ്ങയുടെ പൂ ഇനി കളയരുത്. ഒരുപാട് ഹെൽത്തിയും ടേസ്റ്റിയുമാണ് മത്തങ്ങയുടെ തോരൻ. നാട്ടിലുള്ളവർക്ക് മിക്കവാർക്കും അറിയാം. പക്ഷേ ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടികൾ മത്തങ്ങ തോരനൊന്നും കഴിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് മത്തങ്ങ പൂ കൊണ്ട് തോരൻ ഉണ്ടാക്കാനായിട്ട് ഒന്ന് വേണ്ടത് മത്തപ്പൂവാണ് മെയിൻലി. ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്തങ്ങയുടെ പൂവ് ഒന്ന് കഴുകി വെക്കണം. ഇതിനകത്ത് ചെക്ക് ചെയ്യണം, പുഴുവ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കരുത്. ഇതിനകത്ത് പുഴുവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അടഞ്ഞിരിക്കണേ, അപ്പം മോസ്റ്റ്ലി പുഴുവൊക്കെ കാണും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഇത് നല്ലതുപോലെ ഒന്ന് തുറന്ന് ചെക്ക് ചെയ്ത് ഒന്ന് കുലുക്കി കഴുകി എടുത്ത് വെക്കണം. ശരിക്കും വെള്ളം കുടഞ്ഞ് കുറച്ച് നേരം വെക്കുക. വെള്ളം കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രമേ ഇത് അരിഞ്ഞെടുക്കാവൂ. നമുക്കൊന്ന് കഴുകി വെച്ച് വെള്ളം കംപ്ലീറ്റ് വാർന്നതിന് ശേഷം ഞാൻ ബാക്കി പ്രൊസീജിയർ കാണിക്കും. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ വേണം. അതിന് കുറച്ച് ചുമന്നുള്ളി വേണം. ചുമന്നുള്ളി നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്തോളൂ, കുറച്ച് ഏറെ എടുത്തോളൂ. ഇപ്പം ഞാനിപ്പം ഒരുപാട് എടുക്കണില്ല, ഒരു 8-10 ചുമന്നുള്ളി മതി. 4-5 പച്ചമുളക് വേണം. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ മഞ്ഞൾ, ജീരകം, കടുക്, ഇത്രയും മതി. പിന്നെ അല്പം വെളിച്ചെണ്ണ. ഓക്കെ. അപ്പോൾ ഈ ഉള്ളിയും പച്ചമുളകും ഒക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. തേങ്ങയും ജീരകവും കൂടെ നമുക്കൊന്ന് ചതച്ചു എടുക്കണം. 1 അവറോളം ഇത് കഴുകി പേപ്പറിൽ വെച്ചു. അപ്പോൾ ഇതിന് വെള്ളം കംപ്ലീറ്റ് പോയി കണ്ടില്ലേ. പേപ്പറിൽ കാണും നിരത്തി വെക്കുക, ഒന്ന് കഴുകിയിട്ട് കേട്ടോ. അപ്പം വെള്ളത്തിലിട്ട് ഇങ്ങനെ ഒലച്ചൊന്നും കഴുകരുത്. അപ്പോൾ അത് ആ ഫ്ലവറിൻ്റെ അതങ്ങ് പോവും, കട്ടി കുറഞ്ഞ് ഇതല്ലേ. ഇതിൻ്റെ പുറത്തുനിന്ന് നമ്മളുടെ ഈ ഒരു ഇല പോലെ വരണില്ലേ, അതങ്ങ് എടുത്ത് കളയുക. ഇവിടെ ഞെട്ടുണ്ടെങ്കിൽ അതങ്ങ് കട്ട് ചെയ്ത് കളയുക. ഇതിനകത്തിപ്പോൾ ഇല്ല, വലിയ പൂവാണ്. അപ്പോൾ ഇതിലതില്ല. ഇതൊന്ന് പതുക്കെ ഒന്ന് പൊളിച്ചിട്ട് ഇതിനകത്തുനിന്ന് ഞാൻ ഇതങ്ങ് എടുത്ത് കളയുകയാണ് കേട്ടോ. ഇത് നമുക്ക് വേണ്ട. ഈ ഒരു സാധനം നടുക്കുണ്ട്, അത് വേണ്ട, അതെടുത്ത് കളയുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതെല്ലാം അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഒന്നിങ്ങനെ ഒന്ന് കട്ട് ചെയ്താലും മതി. പുറത്തുനിന്ന് ഇതങ്ങ് എടുത്ത് കളയണം. എന്നിട്ട് ഈ അകത്ത് ഈ സാധനം ഉണ്ട്, അതങ്ങ് എടുത്ത് കളയുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് അങ്ങനെ എടുത്തിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. നമുക്കിതൊന്ന് വളരെ കുഞ്ഞായിട്ടൊന്ന് കുത്തി അരിഞ്ഞെടുക്കണം. വളരെ ചെറുതായിട്ടൊന്ന് പിടിക്കുക, ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കുക. ഓക്കെ. നമ്മൾ ചീരയൊക്കെ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ്, പക്ഷേ ഇത് ചീരയേക്കാൾ കൂടുതൽ അവിഞ്ഞു പോകും. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം മത്തപ്പൂ കുറവായിട്ടാണ് കേട്ടോ. ഞാൻ ഒരു സജഷൻ തരുന്നത് കുറേ മത്തപ്പൂ ഒന്നിച്ചെടുക്കുക, അപ്പോൾ തോരനുണ്ടാക്കുക. എങ്കിൽ മാത്രമേ അത് ഒരു 3-4 പേർക്ക് വിളമ്പാൻ കാണുള്ളൂ.
ഇതിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ 2 പേർക്ക് വിളമ്പാനായിട്ട് എനിക്കിത് മതി ധാരാളം. മഴ സമയമാണ്, മത്തപ്പൂവൊക്കെ വെള്ളം നനഞ്ഞ് അളിഞ്ഞ് പോവുകയേ ഉള്ളൂ. അപ്പോൾ അതിലും ഭേദം വെയിലൊക്കെയുള്ള സമയത്ത് മോർണിംഗിൽ അതെല്ലാം ഒന്നിച്ച് പിച്ചിയെടുക്കുക, എന്നിട്ട് ഒന്നിച്ച് തോരൻ വെക്കാൻ ശ്രമിക്കുക. ഇതൊന്ന് നല്ല കുഞ്ഞായിട്ട് കുത്തിയരിയണം. മുട്ട തോരൻ വെച്ച പോലൊക്കെയാണ് ഇത് കണ്ടാൽ തോന്നുക. മത്തപ്പൂവ് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്. അപ്പം മുളക് ഒരിക്കലും ഇത് കണ്ടിട്ട് ആ ഒരു ഐഡിയ വെച്ചെടുക്കരുത്. കാരണം മത്തപ്പൂ വെന്ത് കഴിയുമ്പോൾ ഒരുപാട് അങ്ങ് അവിഞ്ഞു പോകും. അപ്പോൾ അത് ഇച്ചിരിയാകും. അപ്പോൾ അത് നമ്മൾ മുളക് കൂടുതലെടുത്താൽ ഉണ്ടാക്കി വന്നു കഴിയുമ്പോൾ എരിവ് കൂടും. അപ്പം ഞാനിവിടെ ഒരു കുഞ്ഞ് 2-3 മുളകാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതൊരു 2 മുളകേ എടുക്കുകയുള്ളൂ. ഇതിൽ നിന്ന് ഒരു 2 മുളക് മതി. കാരണം എരിവ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല. നമുക്ക് ഈ ജീരകവും പച്ചമുളകും കറിവേപ്പിലയും തേങ്ങ കൂടൊന്ന് ചതച്ചെടുക്കണം, അരച്ചെടുക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. നിങ്ങളൊരു പ്ലെയിൻ ആയിട്ടുള്ള ഫ്രൈ പാനിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ഒന്നുകൂടെ നല്ലതായിരിക്കും തോരന്, മത്തപ്പൂവിൻ്റെ തോരന്. കാരണം അതൊന്ന് ഓപ്പണായിട്ട് കിടന്നിട്ടേ ഒന്ന് ചിക്കി കൊടുക്കാൻ പറ്റും. ഞാനിവിടെ ഇപ്പോൾ ഒരു ഇരുമ്പിൻ്റെ കടായിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വേണ്ട കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. 2 ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വഴണ്ട് വരണം. ഉള്ളി നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക, തട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ മത്തപ്പൂ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യുക. മിക്സ് ചെയ്യുക നല്ലതുപോലെ. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത്. ആവി വന്ന് കഴിയുന്ന ഉടനെ തന്നെ ഇതങ്ങ് അവിഞ്ഞു പോകും. നമ്മൾ എത്രയും വെക്കുന്നോ അതിൽ 1/4 ആവും. ഇപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കരുത്. അതിൻ്റെ കാരണം മത്തപ്പൂവിൽ ഒരുപാട് വെള്ളമുണ്ട്. അപ്പം നമ്മൾ ഉപ്പ് ചേർത്താൽ അത് ഇപ്പം വെള്ളം ഒരുപാട് വിടും. അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ആദ്യം ഇതിൻ്റെ വെള്ളം ഒന്ന് വരുന്നതൊന്ന് പറ്റിച്ചെടുക്കാം. നമുക്കൊന്ന് ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് പിന്നീട് ഉപ്പ് ചേർക്കാം. വെള്ളമില്ലാത്തത് കൊണ്ട് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ. ഇവിടെ ഒരു 4 മിനിറ്റ് കഴിഞ്ഞു. സർപ്രൈസിങ്ങിൽ ഇതിനൊട്ടും വെള്ളമില്ല. ഇത് കണ്ടില്ലേ, കംപ്ലീറ്റ് ഡ്രൈ ആയി. ഞാൻ അതിനാണ് ഫ്ലെയിം കുറച്ച് വെച്ചതും അയണിൻ്റെ നമ്മളുടെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി യൂസ് ചെയ്തത്. മറ്റേതെങ്കിലും പാത്രമാണെങ്കിൽ സാധാരണ ഇത് വെള്ളം വിടാറുള്ളതാണ് മത്തപ്പൂ. ഒരല്പം ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഉപ്പ് കൂടിപ്പോകരുത്. ഓക്കെ, കാരണം നമ്മൾ ആദ്യം ഉപ്പ് ഇടാത്തത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മൾ മത്തപ്പൂ അരിഞ്ഞ് വേവിക്കാൻ വെച്ച് കഴിയുമ്പോൾ അത് ഒരുപാട് അങ്ങ് ചൊങ്ങും, ഒത്തിരി അങ്ങ് അവിയും. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ആകുമ്പോൾ നമ്മൾ ആദ്യം അത് കാണുമ്പോൾ ഇടുന്ന ആ ഉപ്പ് പിന്നീട് വെന്ത് കഴിയുമ്പോൾ കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു 3-4 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ആവി വന്നതിന് ശേഷം മാത്രം ഉപ്പിടാൻ പറഞ്ഞത്. നല്ല ഡ്രൈ, നല്ല ഫൈൻ ഫസ്റ്റ് ക്ലാസ് തോരനായി. ഇനി ഇത് അടച്ചു വെക്കണ്ട. ഇങ്ങനെ തന്നെ ഒരു 5 മിനിറ്റ് കൂടെ ഇങ്ങനെ തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ചിക്കി കൊടുക്കുക. ഒന്നല്ലേ, തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ മത്തപ്പൂ തോരൻ ഇഷ്ടമായി എന്ന് കരുതുന്നു. കുറേ ഏറെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇച്ചിരി ഏറെ ഉണ്ടാക്കാവുന്നതാണ്. ഇതിപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേർക്ക് വിളമ്പാനുള്ള, ധാരാളമായിട്ട് വിളമ്പാനുള്ള തോരനുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും ഇല്ലായിരുന്നു മത്തപ്പൂ, ഉള്ളത് കൊണ്ട് ഉണ്ടാക്കി ജസ്റ്റ് കാണിക്കാനായിട്ട്. ബട്ട് ഇറ്റ്സ് വെരി ടേസ്റ്റി. നമ്മളുടെ എന്താ പറഞ്ഞേ, ആ നോസ്റ്റാൾജിയ ഒന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. പുറത്ത് മഴയുടെ നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഇരുട്ടുണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ. എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ മത്തപ്പൂ തോരൻ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഒരുപാട് ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്. ഇതിപ്പം 2 പേർക്ക് സെർവ് ചെയ്യാൻ ധാരാളമാണ്. എത്രയും മത്തപ്പൂ ഉണ്ടോ അത്രയും തോരൻ വെച്ചോളൂ കേട്ടോ. ഇനി കളയണ്ട മത്തൻ പൂ.
അപ്പം മുത്തപ്പൂവിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. Hey friends, hope everyone likes today's very easy and simple yet very healthy and homely pumpkin flower stir fry in Kerala style. Thank you so much for watching. Keep watching, keep sharing. Many people don't know the exact usage of this pumpkin flower and the health benefit of this pumpkin flower. So you can check out the description box to know the health benefits of this pumpkin flower. Normally in Kerala we used to make this stir fry, pumpkin flowers stir fry, and it's too healthy and tasty. You can also try it out and let me know your feedback. Thank you so much for watching. Keep watching, keep sharing. If you haven't subscribed yet, please don't forget to subscribe my channel. Please don't forget to press the bell icon to get the notifications. Thank you. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ കമൻസ് ബോക്സിൽ തരാവുന്നതാണ്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഈറ്റ് ഹെൽതി ആൻഡ് സ്റ്റേ ഹെൽതി. താങ്ക് യു.